അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. സങ്കീർത്തനം 46:7. ശക്തനായ കർത്താവ് നമ്മോടുകൂടിയുണ്ട്. ശക്തനായ കർത്താവ് നമ്മോടുകൂടിയുണ്ട്. നമ്മളെക്കാൾ ശക്തനായ കർത്താവ് നമ്മളോടുകൂടിയുണ്ട്. പഴയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി കരുതപ്പെട്ടിരുന്ന ഇസ്രായേലിൻ്റെ ദൃഢവിശ്വാസമാണ് നമ്മളിപ്പോൾ സങ്കീർത്തനത്തിലൂടെ കേട്ടത്. ശക്തനായ കർത്താവ് നമ്മോടുകൂടിയുണ്ട്. ഈ ദൈവ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ തനിച്ചിരിക്കുമ്പോഴല്ലേ നമ്മുടെ മനസ്സിൽ നിരാശയും ദുഃഖവും സങ്കടവുമൊക്കെ കടന്നു വരിക. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സങ്കടം നമ്മൾ തൽക്കാലം മാറ്റിവെക്കും. ആ കണ്ണീര് നമ്മൾ തുടച്ചു കളയും. എന്നിട്ട് പറയും, ഓ ഒന്നുമില്ല. ഇതല്ലേ നമ്മുടെ മാനുഷികമായ ചില സമീപനങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യം. ശക്തനായ കർത്താവ് നമ്മളോടുകൂടി ഉണ്ട് എന്ന ബോധ്യമുണ്ടായാൽ കരയുന്ന കണ്ണുകളുടെ എണ്ണം കുറയും. പിന്നെ കരച്ചിൽ ഒരു മാനസാന്തരത്തിൻ്റെ കണ്ണീരായി മാറും. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കർത്താവിനെ ഉറ്റുനോക്കി അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എല്ലാവരും ഈ തിരുവോസ്തിയിലെ കർത്താവിനെ നോക്കി കാത്തിരിക്കുക. കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക. 37-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം. അതുകൊണ്ട് നമുക്കല്പം സ്വസ്ഥത ആവശ്യമുണ്ട്. ശാന്തമായിരിക്കുക, ദൈവമാണെന്ന് അറിയുക. നമുക്ക് തിരുവോസ്തിയിലെ ഈശോയിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊണ്ടുവരാം. ഉറ്റുനോക്കിയിരിക്കാം ഈ തിരുവോസ്തിയെ. അതിൽ കർത്താവിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടും അനുഭവിച്ചും നമ്മളിവിടെ ആയിരിക്കും. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാം, സ്വാഗതം ചെയ്യാം. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസഹാക്കിൻ ഇടയനേ ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന.
ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന. ആരാധന 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 ആരാധന. നമ്മുടെ കുർബാനകളിൽ, ബലിയർപ്പണ പ്രാർത്ഥനകളിൽ മുഴങ്ങി കേൾക്കുന്ന ഒന്നല്ലേ ദൈവം ജീവിക്കുന്നു എന്ന മഹാസത്യം. അവൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായും ദൈവികവുമായ അർപ്പണമാണ്, അനുസ്മരണമാണ്, ആഘോഷമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ വിശുദ്ധ ബലിയർപ്പണ വേളയിൽ കേൾക്കുന്നില്ലേ? അവൻ്റെ ഉത്ഥാനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക. മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നവരല്ല നമ്മൾ. മരിച്ചിട്ടും ഉയിർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുക. അതല്ലേ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട്. എല്ലാ തലത്തിലും ദൈവമായും മനുഷ്യരായ നമ്മെപ്പോലൊരുവനായും നമ്മുടെ ജീവനെ നിലനിർത്തുന്ന അന്നന്നെ അപ്പമായും. അതിലിവിടെ ഏറെ എന്താണ് ദൈവത്തിന് ചെയ്യാനുള്ളത്? അവൻ നമ്മുടെ മുകളിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ ഒപ്പവുമുണ്ട്. ത്രന്തോസ് സൂനകദോസ് ഇത് നമ്മളെ പഠിപ്പിക്കും. ജീസസ് ഈസ് റിയലി സബ്സ്റ്റാൻഷ്യലി ആൻഡ് പേഴ്സണലി പ്രസൻറ്റ് ഇൻ ദ യൂക്കറിസ്റ്റ് എന്ന് നമ്മളെ സഭ പഠിപ്പിക്കുന്ന കാര്യം. അവൻ വ്യക്തമായും സത്താപരമായും സത്യമായും വ്യക്തിപരമായും ഒക്കെ സന്നിധി ചെയ്യുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന. നമ്മളത് ഏറ്റുപറയുകയും അവൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അവൻ സത്യമായി ജീവിക്കുന്നുവെന്നുകൊണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. നമുക്ക് ഗാനരൂപത്തിൽ ഓസ്തിയിൽ പാടുന്ന തിരുവോസ്തിയായി മാറിയിരിക്കുന്ന യേശുവിനെ സ്തുതിച്ചു പാടാം. എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മുടങ്ങുന്നു. എല്ലാ നാവുകളും അവനെ പ്രകീർത്തിച്ച് ഉദ്ഘോഷിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:10 നമ്മളത് കാണുക. നമുക്ക് വിശുദ്ധ പൗലോസിനോട് ചേർന്ന് ഈ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന് വിളിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ.
വാഴ്ത്തിയിടുന്നതിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ആരാധനാ പാത്രമേ. കർത്താവിൻ്റെ മുമ്പിലായിരിക്കുക, സ്വസ്ഥനായിരിക്കുക. സങ്കീർത്തനം 37:7. കർത്താവിന് മുമ്പിൽ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു സ്വസ്ഥതയുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയൂ. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത, ഹൃദയത്തിൻ്റെ ശാന്തത, ചിന്തകളിലെ ശാന്തത, വികാരങ്ങളുടെ ശാന്തത എല്ലാം നമുക്ക് ശ്രദ്ധിക്കണം. അവയെല്ലാം തമ്പുരാന് സമർപ്പിക്കുമ്പോഴാണ് അവൻ പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അനുഭവിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ആരാണ്? ഇങ്ങനെയൊക്കെ നമ്മോട് പറയുന്നവൻ ആരാണ്? അവനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അവൻ്റെ വചനങ്ങൾക്കിടം കൊടുത്ത് അവനെ സ്തുതിക്കുന്നവരാകണം. സങ്കീർത്തനം 34:1. അവൻ്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. നമ്മുടെ അധരങ്ങളിൽ പലപ്പോഴും ദൈവസ്തുതികളല്ല. വിലകെട്ട വാക്കുകൾ പറയാൻ ചിലപ്പോൾ നമ്മൾ പ്രേരിതരായിത്തീരും. മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ അധരത്തിൽ, നാവിൽ കടന്നു വരാൻ ഇടവരും. അതെല്ലാം കർത്താവ് വെറുക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് ദൈവം തന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പകരമായി ആരാധനാ സമയത്ത് നമുക്ക് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ദൈവസ്തുതിയിൽ നിന്ന് അകന്നു കഴിയുന്ന പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധത്തിലോ ഉള്ളവരാണെങ്കിൽ അവർക്ക് പകരമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് വേണ്ടത്ര സ്ഥാനം കൊടുക്കാതെ മറ്റു പലതിനും, ഉല്ലാസങ്ങൾക്കും സുഖലോലുപതയ്ക്കും മദ്യപാനത്തിനും അതുപോലുള്ള കൂട്ടുകെട്ടുകൾക്കും വിധേയപ്പെട്ട് ജീവിക്കുന്നവരെ നമുക്കറിയാമെങ്കിൽ അവർക്ക് പകരമായി നമുക്ക് അവിടുത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും അവിടുത്തെ മുമ്പിലായിരിക്കാം. തമ്പുരാൻ എപ്പോഴും സമീപസ്ഥനാകുന്ന എവിടെയാണെന്നറിയാമോ? സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. അവൻ അടുത്തുണ്ട്, അവരെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി. എന്തുകൊണ്ടാണ് ഹൃദയം നുറുങ്ങേണ്ടി വരുന്നത്? നമുക്കറിയാം. നമ്മുടെയൊക്കെ തെറ്റുകളും പോരായ്മകളും കൊണ്ടാണ്. അതെല്ലാം നമ്മളിന്ന് എടുത്തു കളഞ്ഞ് നമ്മുടെ വിമോചകനായ രക്ഷകനായ കർത്താവ് നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. എന്താ മാലാഖ ഈശോയെക്കുറിച്ച് പറഞ്ഞത്? മാലാഖ പറഞ്ഞു, അവൻ്റെ പേര് യേശു എന്നാകണം. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മോചകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എമാനുവേൽ എന്നവൻ, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമായ എമാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് മത്തായിയുടെ സുവിശേഷം 1:23 നമ്മൾ വായിക്കുന്നു. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിൽക്കട്ടെ.
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമായി എമ്മാനുവേൽ. ദൈവത്തോടു കൂടെയാവുക. അപ്പോൾ ദൈവം നമ്മോടുകൂടെ ആയിരിക്കും. ദൈവത്തോടു കൂടി ജീവിക്കുക. മറ്റ് ചെലവുകളൊന്നുമില്ലാത്തൊരു കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ അത്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു, ദൈവിക വചനങ്ങൾ പാലിച്ചും, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ചും വിശുദ്ധിയോടും നന്മയോടും കൂടി നാം ജീവിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യവും ദൈവകൃപകളും നമ്മൾ സ്വന്തമാക്കും. അവൻ്റെ പേര് എമ്മാനുവേൽ എന്നാണ്. അത് നമുക്ക് ഓർമ്മിച്ചിരിക്കാം. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നമുക്ക് ഈ സമയം ഒന്ന് ഓർത്ത് നോക്കാം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യോശുവയുടെ പുസ്തകം 3:5 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്രകാരമാകാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമെങ്കിൽ നമുക്ക് അവനോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് സഹോദരങ്ങളെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് മോചനം നൽകാൻ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം 5:1 വായിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ വിമോചിപ്പിച്ചിരിക്കുന്നു എന്നാ പറയുക. ഒത്തിരി മോചനം ആവശ്യമുള്ള കർത്താവ് അവൻ നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് നമ്മുടെ തമ്പുരാൻ്റെ തിരുമുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരെ, ഏതെങ്കിലും ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് അവനെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ മധ്യയായിരിക്കുന്ന ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. കർത്താവെ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, വിമോചകനായ ദൈവമേ, ഞങ്ങളുടെ കടന്നു വരണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളിൽ അടിമത്തങ്ങൾക്ക് നിങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ കൈവിട്ട് കളയരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളും നിങ്ങൾ രക്ഷിക്കണമേ. നീ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ തിന്മയും രക്ഷിക്കണമേ. നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന മക്കളെ എല്ലാവരും നീ വിമോചിപ്പിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ച് അറിയുന്നാവുന്നുണ്ട്. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോ സ്തുതി. ആമേൻ. റോമാലേഖനം 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോയി. പാപത്തിൽ നിബന്ധിച്ച വ്യക്തികളെ ദൈവം കൈവിട്ടു എന്നാ പറയുക. ദൈവം കൈവിടുന്ന അനുഭവം, ദൈവം കൈവിടുന്ന ഭയാനകമായ ഒന്നാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. എല്ലാ തരത്തിലുമുള്ള തിന്മകളിൽ നിന്ന്, പാപചാച്ചിലുകളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, നമ്മളെ അലട്ടുന്ന പാപശക്തികളിൽ നിന്ന് നമ്മളെ മോചിക്കുവാൻ കർത്താവിനല്ലാതെ വേറെ ആർക്കുമാവില്ല. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നല്ലേ പറയുക. ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. പിതാവേ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പ്രാപ്തരായി ഭവിക്കുന്നില്ലേ? പുത്രനുമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നേരെ നമ്മുടെ കൈ കൊണ്ടുവന്നിട്ട് പറയും, എനിക്കൊരു പുത്രനെ. പുത്രനെന്ന് പറഞ്ഞാൽ രക്ഷകനെ എന്നാണ് അർത്ഥം. എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. ഞാൻ ബലഹീനനും ദുർഭകനുമാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. നമുക്ക് രക്ഷകനെ ആവശ്യമുണ്ട്. ആരോടും പറയാത്ത, ആരാരും അറിയാത്ത തെറ്റുകളും കുറ്റങ്ങളുമില്ലേ, അതിനെയാണ് 25-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യത്തിൽ
സങ്കീർത്തനങ്ങൾ എഴുതി ദാവീദ് പറഞ്ഞു, കർത്താവേ എൻ്റെ യൗവനത്തിലെ പാപങ്ങൾ എന്ന്. 90-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യത്തിൽ പറയും, കർത്താവേ എൻ്റെ രഹസ്യ പാപങ്ങൾ എന്ന്. ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തു പോയ കാര്യങ്ങൾ, എൻ്റെ രഹസ്യ പാപങ്ങളിലേക്ക് നിൻ്റെ കണ്ണുകളെ നീ അയക്കരുത് എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന സങ്കീർത്തകനെ നമ്മൾ കാണും. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവന് അവൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. എന്നിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം കേഴുന്നൊരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരുമറിയാത്ത തെറ്റുകളിലേക്ക് ഞാൻ എപ്പോഴോ ഒക്കെ കടന്നുപോയി, അതിൽ നിന്ന് എനിക്കിന്ന് മോചനം കിട്ടാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആവുന്നില്ല എന്ന് നമ്മൾ തന്നെ വിലപിക്കുന്ന, ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത വേദനകൾ കൊണ്ട് നടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇതാ നമുക്ക് ആ രക്ഷകൻ പിറന്നിരിക്കുന്നു. മാലാഖമാർ അന്ന് ഇടയന്മാരോട് പറഞ്ഞ ഒരു കാര്യം അതാ, നമുക്കൊരു രക്ഷകൻ പിറന്നിട്ടുണ്ട്, കർത്താവായ യേശു. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, പാപശക്തികളിൽ നമ്മളെ വിമോചിപ്പിക്കും. ദൈവമക്കളായി ജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകും. അവിടെയാണ് സന്തോഷവും സമാധാനവും ഒക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ കടന്നു വരിക. ഗലാത്യലേഖനം 5 നമ്മൾ വായിക്കുമ്പം പറയും, ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. എങ്ങനെയാണ് അവൻ നമ്മളെ മോചിപ്പിച്ചത്? ഇതാ നിങ്ങളുടെ മോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, ഇതാ നിങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം. ഒരു വിശുദ്ധ കുർബാനകളിലും പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. യേശു രക്ഷകനാണെന്ന്, വിമോചകനാണെന്ന് നമ്മൾ അറിയുന്ന ഓരോ കുർബാനയിലൂടെയുമല്ലേ. നമുക്ക് നമ്മുടെ ആരോടും പറയാത്ത കാര്യങ്ങളിലേക്ക്, ആരാരും അറിയാത്ത കാര്യങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു ചെന്നുകൊണ്ട് ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന്, ഒരു ദുഷ്ടഴക്കത്തിൽ നിന്ന്, ഒരു ദുശീലത്തിൽ നിന്ന്, ഒരു കോപശീലത്തിൽ നിന്ന് ഒക്കെ ആവട്ടെ നമുക്ക് മോചനം നേടാനുണ്ടെങ്കിൽ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി അവൻ നമുക്ക് നൽകുന്ന മോചനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാവട്ടെ ഈ പ്രാർത്ഥന. അവൻ്റെ നേരെ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ വിമോചിപ്പിക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദത്തിന് വേണ്ടി പറ്റുമെങ്കിലും മുട്ടുകൾ കുത്തുക. നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി, കർത്താവേ സ്തോത്രം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. രക്ഷകനായ യേശുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപ ശക്തികളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന് അങ്ങയുടെ ശക്തിവിശേഷത്താൽ ഞങ്ങളെ എല്ലാവരും രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. രക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ യേശു എന്ന നാമത്തെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. എല്ലാ നാമങ്ങൾക്കും ഉന്നതമായ നാമമായി ഞങ്ങൾ ഇത് ഏറ്റു പറയുന്നു. യേശുവേ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പാപബന്ധനങ്ങളിൽ നിങ്ങൾ രക്ഷിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ മുഴുകിക്കിടക്കുന്ന ആളുകളെ, സഹോദരങ്ങളെ രക്ഷിക്കണമേ. ഈശോയെ നിന്റെ വിമോചനത്തെ ശക്തി വിശേഷം ഞങ്ങൾ പ്രകടമാക്കണമേ. ഈശോയെ നന്ദി, സ്തുതി, ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം പൂഗണമേ വത്സല സുന്ദരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.